സോ അങ്ങനെ നമ്മുടെ രാവിലത്തെ പൊങ്കാലയുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് മധുരം തരുന്ന ചടങ്ങാണ്. അപ്പോൾ അതിൻ്റെ മന്ത്രകോടിയാണ് നമ്മൾ ഉടുക്കുന്നത്. മന്ത്രകോടി അപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സാരിയെല്ലാം മാറി കുറച്ച് നേരം ഒരു റെസ്റ്റ് എടുത്തൊന്ന് ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്തിട്ട് അടുത്ത പരിപാടി. അപ്പം അത് ഇപ്പം നമുക്കിനി പലഹാരം എല്ലാം സെറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് സാരി ഉടുക്കാം. മുറുക്ക് മുണുങ്ങാനല്ല പറഞ്ഞത്, മുറുക്ക് എന്ന് കേട്ടോ. കണ്ടില്ലേ ഇടയ്ക്ക് മുണുങ്ങോളൂ. നന്ദുവിന്റെ അടുത്തൊരു ക്യാമറ വെക്കണം കേട്ടോ. പാക്കറ്റിനകത്തോടല്ല, അവിടെ വായിക്കാത്തോടാ പോകുന്നത്. അല്ല, നന്ദുകുട്ടി നോക്കിയപ്പോ ഒടിഞ്ഞോ പൊടിഞ്ഞോ കിടക്കുന്നത്, അതെടുത്ത് കഴിച്ചല്ലേ നന്ദുകുട്ടി? അത്രേ ഉള്ളൂ. അല്ല അപ്പൊ ഇതോ പൊടിഞ്ഞതിന്റെ മറ്റേ പീസോ എത്ര ഉണ്ടോ കേട്ടോ? ചെക്ക് ചെയ്തോണ്ടിരിക്കും അല്ലേ? ആ കുഴപ്പമില്ല. ആ എങ്ങനെയുണ്ട്? പിന്നെ ചുരുട്ടിനകത്ത് പിന്നെ എരിവ് വരത്തില്ലല്ലോ. സുഖമാണോടാ? ചിക്കനാ ചിക്കൻ 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 മിക്കൻ മിക്കൻ നിനക്കില്ല. കരയുന്നു. ഞാൻ പോകുമ്പോ ചിരിച്ചോണ്ടാണ് നിങ്ങൾ
മധുരം തരുന്ന ചടങ്ങുകൾ കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ സദ്യ കഴിക്കാണ്. ഇറങ്ങാൻ സമയമുണ്ട്. തിരിച്ച് നമുക്ക് അവിടെ വീട്ടിൽ കയറാൻ സമയമുണ്ട്. അടിപൊളിയായിരുന്നു. രണ്ട് ചേച്ചിമാരൊക്കെ ഇങ്ങനത്തെ പരിപാടികളൊന്നും നടത്താൻ പറ്റില്ല, കാരണം രണ്ടുപേരും പുറത്തായിരുന്നു. അനീഷന്റെ കുടുംബത്തിനെ ഞാൻ കൂട്ടാറില്ല എന്ന് എപ്പോഴും ആൾക്കാർ പറയുന്നത്. പക്ഷെ അവർ രണ്ടുപേരും വെളിയിലാണ്. ഒരാൾ US-ലാണ്, ഒരാൾ ദുബായിലാണ്. ക്യാമറക്കകത്താണ് ഇരുന്ന് ബാക്കി പരിപാടികളെല്ലാം കണ്ടത്. അപ്പൊ ഇനി നമ്മൾ കഴിച്ചിട്ട് ഇവിടുന്ന് സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ ഇറങ്ങും. ഇതുപോലല്ലേ ഞങ്ങൾ ചെക്കൻ്റെ ആൾക്കാരാ, ഞങ്ങളാ ഫസ്റ്റ് ഇരിക്കേണ്ടത്. അപ്പൊ ആരോളം അതൊന്നും വേണ്ട, അതിന്റെ ആവശ്യമില്ല. അല്ല നിങ്ങൾ ഒരുമിച്ചല്ലേ അങ്ങോട്ട് പോകുന്നത്? മൈ ശരി മോളെ. കുടിയൊന്നും വേണ്ട. അവിടെ നിൽക്കുന്നത് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരണം. മാമിനിലത്തെ മാമൻ നമ്പൂരിയാണോ? ഫൈനലി എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മുടെ വയറ്റിൽ പൊങ്കാല, മധുരം തരുന്ന ചടങ്ങ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ കയറി. ഞാൻ കറക്റ്റ് ഞങ്ങൾ സമയത്താണ് വന്ന് കയറിയത്. ബിക്കോസ് നമ്മളിവിടുത്തെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങി വന്നു. ഇപ്പം നമ്മൾ കയറിയിരിക്കുന്നത് ഫ്ലാറ്റിലാണ്, നമ്മുടെ പുതിയ ഫ്ലാറ്റിൽ. ശരിക്കും ചങ്ങനാശ്ശേരിയിലെ വീട്ടിലായിരുന്നു ചെന്ന് കയറേണ്ടത്. പക്ഷേ കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം അതുകൊണ്ടല്ല, കുറച്ച് പരിപാടികൾ നമുക്കിവിടെ ഉണ്ട്, ഡോക്ടറിനെ കാണാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെയും ഞാൻ ചങ്ങനാശ്ശേരി പോയിട്ട് ട്രിവാൻഡ്രം വരുന്നത് കുറച്ച് ട്രാവൽ ആയതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ട്രിവാൻഡ്രത്തോട്ട് വന്നത്. ഇനിയിപ്പോൾ ഇത് കഴിച്ച് കളയണം, സുഖമായിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം. അപ്പോൾ ടാറ്റ ഗൈസ്. അപ്പം നിങ്ങളുടെ സ്ഥലത്ത് ഇങ്ങനത്തെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആചാരങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയുക. അതുപോലെ തന്നെ എനിക്കൊന്ന് കുറേ പേര് കൊല്ലത്തെ ഈ ഒരു ആചാരത്തിനെ പറ്റി അറിയാമായിരിക്കും. അറിയാത്തവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ബൈ.